മാർക്സിന്റെ അടിസ്ഥാന ശാസ്ത്ര തത്വങ്ങളിലേക്ക് ഇതാ ഒരു എത്തിനോട്ടം. ഇത് പ്രാക്തനമായ ഒരു ചിരസംസ്കൃതിയുടെ തനിമയാർന്ന ഗുരുകുലം. പരമ്പരകൾ ആത്മാർപ്പണം ചെയ്ത് അഗ്നിവിശുദ്ധി വരുത്തിയ ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ. പ്രാചീന ക്ഷേത്ര മാതൃകകളുടെ ശില്പചാരിത കടംകൊണ്ട് കളരികളും കളരിത്തറയും. കളരികളിലെ ശക്തിയും ആവേഗവും കേരള ചരിത്രത്തിന്റെ വർണ്ണങ്ങൾ മാറ്റിയെഴുതിയതിന് കാലത്തിന്റെ സാക്ഷ്യവും തെളിവുകളുമുണ്ട്. പഴശ്ശിയുടെയും സാമൂതിരിയുടെയും കളരിക്കളങ്ങളിലെ മെയ്യഭ്യാസികൾ വിദേശ പീരങ്കികളുടെ കൊടുങ്കാറ്റിന് തടയിട്ടതും തിരുവിതാംകൂറിന്റെ കളരിമുറകൾക്ക് മുമ്പിൽ ഒടുവിൽ മുട്ടുമടക്കിയ ഡച്ച് തലവൻ ഡിലനോയുമെല്ലാം കാലത്തിന്റെ ഇനിയും മായാത്ത സുവർണരേഖകളാണ്. ഗുരുവിലും പ്രപഞ്ചസത്തയായ ഈശ്വരനിലും സ്വയം അർപ്പിച്ച് ജ്ഞാനത്തിന്റെ വഴി തേടുന്ന ആർഷ സംസ്കാരം. നിലവിളക്കിന്റെ ദീപനാളത്തിനു മുന്നിൽ ഊർജത്തിന്റെ ആദ്യ രൂപങ്ങൾക്കായുള്ള അന്വേഷണം. ശരീരവും മനസ്സും ഏകബിന്ദുവിലാക്കുന്നു ഈ ഗുരുപ്രസാദം. കളരിപ്പയറ്റിലെ ചലനങ്ങൾക്കെല്ലാം ശാസ്ത്രീയ അടിത്തറയുണ്ട്. ബലം, വേഗത, ഏകാഗ്രത എന്നീ 3 തത്വങ്ങളാണ് അഭ്യാസമുറകളുടെ അടിസ്ഥാന ശിലകൾ. ഒരു അഭ്യാസിക്ക് എതിരാളിയിൽ ചെലുത്താൻ കഴിയുന്ന സമ്മർദ്ദം അയാളുടെ പേശീബലത്തെയും അതിനാവശ്യമായ ശക്തിയെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരേ പേശീബലമുള്ള 2 പേരിൽ തന്നെ പേശീബലം വേഗതയാർന്ന് പ്രയോഗിക്കാൻ കഴിയുന്നവനാണ് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുക. പേശീബലം കൊണ്ട് അവയവങ്ങൾക്കുണ്ടാകുന്ന വേഗത 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 1. അഭ്യാസിയുടെ പേശി ശക്തി. 2. പേശി നാഡീകോശങ്ങളുമായുള്ള മസ്തിഷ്കത്തിന്റെ സന്ദേശവിനിമയം. നാഡീകോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള ഉത്തേജനത്തിന്റെ ഫലമായി പേശിശക്തിയും അതുവഴി വേഗതയും വർദ്ധിക്കുന്നു. വേഗതയെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകം മെയ്വഴക്കമാണ്. ഇവയ്ക്കെല്ലാമായി നിരന്തര പരിശീലനത്തിൽ അഭ്യാസികൾ ഏർപ്പെടുന്നു. മണിബന്ധങ്ങളുടെ വഴക്കം കൂട്ടുന്നതിനുള്ള ഈ മെയ്യഭ്യാസം കളരിമുറകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു. അവിശ്വസനീയമായ വേഗതയിൽ വടി ചുഴറ്റാനാകുന്നത് ഇതിനായുള്ള നിരന്തര പരിശീലനം കൊണ്ടാണ്. പേശി വഴക്കവും വേഗതയും വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു ഉപാധിയാണ് എണ്ണയിട്ട് തിരുമ്മൽ. തിരുമ്മലിലൂടെ പേശികൾക്ക് വഴക്കവും അയവും ലഭിക്കുന്നു എന്ന അടിസ്ഥാന തത്വമാണ് കളരി ചികിത്സയ്ക്ക് പിന്നിലും. തിരുമ്മലിനുള്ള എണ്ണ ഔഷധ സസ്യങ്ങളിൽ നിന്നും തയ്യാറാക്കപ്പെടുന്നു. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുക വഴി ശരീരോഷ്മാവ് സ്ഥിരമായി നിലനിർത്തുകയാണ് ത്വക്കിന്റെ ധർമ്മം. എണ്ണയിട്ട് തിരുമ്മുമ്പോൾ ത്വക്കിന്റെ ഈ ധർമ്മം തടസ്സപ്പെടുന്നു. കൂടുതൽ സൂക്ഷ്മരന്ധ്രങ്ങൾ തുറന്ന് വിയർപ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ മസ്തിഷ്കം സന്ദേശം നൽകുന്നു. ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളപ്പെട്ട് ശരീരം വിശ്രമാവസ്ഥയിലാവുകയും ചെയ്യുന്നു. അനുലോമമെന്നും പ്രതിലോമമെന്നും 2 രീതിയിലാണ് തടവലുകൾ. പ്രതിലോമമായി തടവുമ്പോൾ രോമകൂപങ്ങൾ കൂടുതൽ തുറക്കുകയും അതിലേക്ക് ഔഷധ എണ്ണ ഇറങ്ങുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി സ്വേദോൽപാദന പ്രക്രിയയുടെ തോത് വീണ്ടും വർദ്ധിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിന്റെ ഏകാഗ്രത നിലനിർത്താൻ ധ്യാനം അനിവാര്യമാണ്. മസ്തിഷ്കവും നാഡീവ്യൂഹവുമായുള്ള വിനിമയ വേഗത കൂട്ടാനും ഇതുപകരിക്കുന്നു. അതുവഴി തലച്ചോറിന്റെ ധർമ്മം ഉദ്ദീപിപ്പിക്കപ്പെടുകയും സംഭരണശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. ആയോധനത്തിനിടയിൽ എതിരാളിക്ക് മുറിവേൽക്കാതെ ആയുധം ഒരു നിശ്ചിത അകലത്തിൽ നിയന്ത്രിതമാക്കി നിർത്താൻ സഹായിക്കുന്നതും ഈ ഏകാഗ്രതയാണ്. വളരെ ശക്തനായ എതിരാളിയെ തുലോം തുച്ഛമായ ശക്തി ഉപയോഗിച്ച് നേരിടാവുന്നതാണ്. ചുവടുകൾ ആനുപാതികമായി ഒരു പ്രത്യേക കോണളവിൽ വയ്ക്കുമ്പോൾ ശരീരത്തിന്റെ വിതരണ വിസ്തൃതി കുറയുന്നു. അങ്ങനെ ഒരു അഭ്യാസിക്ക് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്താതെ നീങ്ങാൻ കഴിയുന്നു. അഭ്യാസി ചുവടുകൾ മാറ്റുന്നതിനനുസരിച്ച് അയാളുടെ ശരീരത്തിന്റെ ഗുരുത്വകേന്ദ്രം മാറുന്നതിനാലാണ് ഈ സന്തുലനം നേടാൻ കഴിയുന്നത്. ഈ സന്തുലിതാവസ്ഥയിൽ എതിരാളിക്ക് ആക്രമിക്കാനുള്ള ശരീരഭാഗങ്ങളുടെ പ്രദർശിത വിസ്തൃതി കുറയുന്നു. എതിരാളി നേർക്കുനേർ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഘടകങ്ങൾ ഒരേ ദിശയിലായതിനാൽ അഭ്യാസിക്ക് അത് തടയുക പ്രയാസകരമാണ്. കോണികമായ ദിശയിൽ നിന്നും ഖണ്ഡനം ചെയ്യുമ്പോൾ ബലത്തിന്റെ എല്ലാ ഘടകങ്ങളെയും നേരിടേണ്ടി വരുന്നില്ല എന്നതിനാൽ ആയാസരഹിതമായി തടയാൻ കഴിയുന്നു. എതിരാളിയുടെ ശക്തിയെ അയാൾക്കെതിരായി തന്നെ ഉപയോഗപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയുന്നതും ഈ ബലതന്ത്ര നിയമത്തിന്റെ പ്രയോഗത്താലാണ്.
നെടുവടി പ്രയോഗത്തിൽ ദണ്ടിനെ ചുറ്റി കൈപിടിക്കുമ്പോൾ തള്ളവിരലും മറ്റ് 4 വിരലുകളുമായുള്ള ചേർച്ച ദുർബലമായിരിക്കും. അതിവേഗത്തിൽ വടി പ്രയോഗിക്കുമ്പോൾ ദുർബല കേന്ദ്രത്തിലൂടെ വടി വഴുതി പോകാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ ദണ്ടിന്റെ 2 അഗ്രങ്ങളിലുമായി തുല്യവും എതിർദിശയിലുള്ളതുമായ ബലം പ്രയോഗിക്കപ്പെടുന്നു. ഇതേ തത്വം കൊണ്ട് തന്നെയാണ് എതിരാളി ശക്തനാണെങ്കിലും അയാളുടെ കൈപ്പിടിയിൽ നിന്നും ഒരു അഭ്യാസിക്ക് ഊരിപ്പോരാൻ കഴിയുന്നതും. ലിവറേജ് അഥവാ ഉത്തോലകത്വമാണ് കളരിപ്പയറ്റിലെ മറ്റൊരു ശാസ്ത്രതത്വം. മനുഷ്യന്റെ കൈ ഒരു ഉത്തോലകമാണ്. കൈമുട്ട് കേന്ദ്രമാക്കി ഒരു ദിശയിലേക്ക് മാത്രമേ അതിന് ചലിക്കാൻ കഴിയൂ. കൈയുടെ ഈ ചലന ദിശയെ തടഞ്ഞാൽ എതിരാളിയെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താം. അതിനായി ലിവറേജ് സാധ്യത പരമാവധി തടയുകയാണ് ചെയ്യേണ്ടത്. എതിരാളിയെ ഒരു പൂട്ടിലകപ്പെടുത്തി അയാളുടെ ശക്തി ക്ഷയിപ്പിക്കുന്നതും ലിവറേജ് തത്വത്തിന്റെ പ്രായോഗികത വെളിവാക്കുന്നു. ആരോഗ്യം, ആയാസം, ആത്മരക്ഷ എന്നീ 3 ലക്ഷ്യങ്ങളാണ് കളരിപ്പയറ്റിനുള്ളത്. ഭൗതികമായ ഈ ലക്ഷ്യങ്ങൾക്കുമപ്പുറം കളരിമുറകൾ സാർത്ഥകമാകുന്നത് അവയുടെ ആത്മീയ സ്പർശത്തിലും സത്യാന്വേഷണത്തിലുമാണ്. അനുസ്യൂതമായ ശാരീരിക ശിക്ഷണത്തിലൂടെ മാനസിക പക്വത നേടുകയാണ് എല്ലാ ആയോധന കലകളുടെയും അന്തിമമായ ലക്ഷ്യം. അവ സംഹാരത്തിനു വേണ്ടിയല്ല, പ്രത്യുത സൃഷ്ടിക്കു വേണ്ടിയാണ്. അറിവുകൾ പകർന്നുവന്ന തലമുറകളുടെ നൈരന്തര്യം, പരിശീലനത്തിന്റെയും അനുഭവങ്ങളുടെയും വെളിച്ചവും പേറി അടുത്ത തലമുറയിലേക്കുള്ള സംക്രമണം. ചരിത്രത്തിന്റെ താളിയോലകൾക്ക് മുന്നിൽ നമ്രമാകുന്ന ആദ്യാക്ഷരത്തിന്റെ ചാരുത. അങ്ങനെ വംശവൃക്ഷങ്ങളിൽ നിന്നും പ്രപഞ്ചവിഹായസിലേക്ക് അറിവുകളുടെ ദേശാടനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു.